BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ പുറത്ത് സജീവമായി. LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയപ്പോൾ പുറത്തെ ചർച്ചകളൊക്കെ തടുത്തു. അതിനർത്ഥം അകത്തൊന്നും സംഭവിക്കുന്നില്ല എന്നല്ല, സസ്പെൻസ് തുടരും. കോൺഗ്രസോ കേരള കോൺഗ്രസോ അമിത താല്പര്യം പുറത്ത് ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല. എന്നാൽ LDFിൽ നിന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമില്ല എന്ന ചിന്ത കേരള കോൺഗ്രസിലുണ്ടെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. അത് പൂർണ്ണമായും അസ്ഥാനത്താണെന്ന് കേരള കോൺഗ്രസുകാരും പറയുന്നില്ല. ഇപ്പോൾ മാറിയില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് കുറച്ചുപേരെങ്കിലും ചോദിക്കുന്നു. മുന്നണി മാറ്റം അജണ്ടയിൽ ഇല്ല എന്ന് ചെയർമാൻ ഉറപ്പിച്ചു പറയുമ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ അതത് മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുമോ എന്ന ആദിയിലാണ് പല MLA-മാരും. കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇക്കാര്യം ചർച്ചയായി. രണ്ടാം നിര നേതൃത്വവും അണികളിൽ നല്ല ഒരു പങ്കും മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. പാർട്ടിയെ അനുകൂലിക്കുന്ന സാമുദായിക നേതൃത്വത്തിന്റെ സമ്മർദ്ദവും ശക്തമാണ്. സമയം, കാരണം എന്നിവയാണ് പ്രധാന തടസ്സങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു പറ്റിയ സമയമെന്ന വാദമുണ്ട്. മതിയായ കാരണമില്ലാതെ മാറിയാൽ അധികാരത്തിന് വേണ്ടി ചാടിക്കളിക്കുന്ന പാർട്ടി എന്ന ദുഷ്പേരുണ്ടാകും. ചോദിക്കുന്ന ആവശ്യങ്ങളെല്ലാം CPM നടത്തിക്കൊടുക്കുന്ന സാഹചര്യവുമുണ്ട്. കോൺഗ്രസ് ആകട്ടെ അനുകൂല സൂചനകൾ നൽകുന്നുമില്ല. സീറ്റുകളുടെ കാര്യത്തിൽ മാറാത്ത ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം നൽകിയാൽ കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റം ആലോചിക്കുമെന്ന സൂചനകളുണ്ട്. സംസ്ഥാന നേതൃത്വം വാക്ക് കൊടുത്താൽ പോരാ, ഹൈക്കമാൻഡ് കൂടി റോള് എടുക്കേണ്ടി വരുമെന്ന വിചാരം ഇരു പാർട്ടികളിലുമുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളം തൂത്തുവാരിയതോടെ ഇനി കേരള കോൺഗ്രസിന് പിറകെ പോകേണ്ടെന്ന് വാദിക്കുന്ന കോൺഗ്രസുകാരുമുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം UDF എന്ന ഭാഗമായി മത്സരിക്കണമെന്ന അഭിപ്രായമാണ് കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വത്തിനുള്ളത്. കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ സഭാ നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി നേതൃത്വത്തിന് തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്ന കനത്ത പരാജയവും പാർട്ടി നേതൃത്വത്തിൽ പുനർവിചിന്തനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒരുമിച്ച് നിന്നപ്പോൾ 15 സീറ്റിലാണ് മത്സരിച്ചത്. ജോസ് കെ മാണി വന്നാൽ നേരത്തെ ഒരുമിച്ച് നിന്നപ്പോൾ മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ ജോസ് കെ മാണി വിഭാഗം മത്സരിച്ചത് 12 സീറ്റുകളാണ്. ഇത്രയും സീറ്റുകൾ തന്നെ UDFിൽ എത്തിയാലും ജോസഫ് വിഭാഗം ആവശ്യപ്പെടും. ജോസഫ് വിഭാഗവും സീറ്റിൽ ഉറച്ചു നിന്നാൽ ഇരു കേരള കോൺഗ്രസിനായി 22 സീറ്റുകൾ നൽകേണ്ടി വരും. ഇത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും മറുവിഭാഗത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ്. വിജയിച്ചു നിൽക്കുമ്പോൾ അല്പം താണാൽ ഇരട്ടി ശക്തിയോടെ കുതിക്കാൻ അത് സഹായകരമാകുമെന്ന് വാദിച്ച് കേരള കോൺഗ്രസ് എം വരവിനെ അനുകൂലിക്കുന്നവരും കോൺഗ്രസിലുണ്ട്. കേരള കോൺഗ്രസ് എം തിരിച്ചെത്തിയാൽ ഭരണമാറ്റം ഉറപ്പിക്കാമെന്നാണ് ഇക്കൂട്ടരുടെ വാദം. സർക്കാർ രൂപീകരണ സാധ്യത സംബന്ധിച്ച സംശയങ്ങളെല്ലാം അതുവഴി തീർക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം. തങ്ങളുടെ ആവശ്യമെന്ന നിലയ്ക്ക് കേരള കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കാനില്ല. താല്പര്യം പ്രകടിപ്പിച്ചാൽ പരിഗണിക്കാമെന്ന ധാരണയിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത്. ഉദ്വേഗം തുടരുമെന്നർത്ഥം. LDF സീറ്റ് ചർച്ചകളാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക. അത് രമ്യമായി തീരുന്നില്ല എങ്കിൽ മുന്നണി മാറ്റ ചർച്ചകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.